വെളിപ്പാട് പുസ്തകം 4:5 മുതൽ. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. ദൈവം ഇറങ്ങി വരുന്നിടത്തൊക്കെ മിന്നലും ഇടിമുഴക്കവും നാദവും ഉള്ളതായി പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന എല്ലാ ഇടങ്ങളിലും നമുക്ക് വായിച്ച് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇനി ദൈവത്തിൻ്റെ 7 ആത്മാക്കളായി 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ 7 ആത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ. ഈ പളുങ്കിനൊത്ത കണ്ണാടി കടൽ എസീക്കിയേൽ പ്രവചനത്തിലും അതുപോലെ പഴയ നിയമത്തിൽ മോശയും അഹരോനും ഉൾപ്പെടുന്ന സംഘം ദൈവത്തെ കാണുന്ന ഇടത്തും നമുക്കത് കാണുവാൻ കഴിയും. അത് ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ ആ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ നിൽക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അല്പം കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഇനിയും സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 4 ജീവികൾ സിംഹാസനത്തിൻ്റെ നടുക്ക് ചുറ്റും, അവയ്ക്ക് മുൻപിലും പിൻപിലും കണ്ണുണ്ട്. 4 ജീവികളെന്ന് പറയും 4 ഘോരജീവികളെന്നോ ദുഷ്ടജീവികളെന്നോ അല്ലെങ്കിൽ വന്യജീവികളോ എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. 4 ദൂതന്മാർ, അവരെ കുറിക്കുന്നതിന് ജീവികളെന്ന പദം വേദപുസ്തകത്തിൽ ഉടനീളം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വ്യത്യസ്തമായ രീതിയിൽ ഇവരുടെ ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് ഒരിക്കൽ ദൈവസിംഹാസനം കണ്ടപ്പോൾ അവർ 6 ചിറകുള്ളവരായി ദൈവസിംഹാസനത്തിന് ചുറ്റും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുന്നത് നമുക്ക് യെശയ്യാ പ്രവാചകൻ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കാവുന്നതാണ്. എസീക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എസീക്കിയേൽ കാണുമ്പോഴും ഈ 4 ജീവികളെ കാണുന്നുണ്ട്. അവിടെ ഈ 4 ജീവികൾ ഓരോന്നിനും 4 തലയുള്ളതായിട്ട് ആണ് വായിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ദൈവത്തിൻ്റെ ചാരിയറ്റ് ത്രോൺ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രഥസിംഹാസനത്തെ ചാരിയറ്റ് ത്രോണിനെ വഹിക്കുന്നവരായ ദൂതന്മാരാണ്. ഇവിടെ നാം നോക്കുന്നുണ്ട് ഈ 4 പേര് അകത്തും പുറത്തും കണ്ണുള്ളവരാണ്. അവരവരുടെ ജ്ഞാനത്തെ കുറിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് കണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 4 എന്നുള്ളത് പ്രപഞ്ചത്തെ, ഭൂമിയെ കുറിക്കുന്നതാണ്. ഭൂമിയുടെ 4 ദിക്കിലേക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വിനിമയം ചെയ്യുന്നു. അവിടെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുകയും അങ്ങോട്ട് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ 4 പേര് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി ഇവരുടെ പ്രത്യേകത നോക്കിയേ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലുമായിട്ട് നിൽക്കുകയാണ്. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. എന്താണ് ഈ 4 വ്യത്യസ്ത രൂപങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 4 വ്യത്യസ്ത രൂപങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 4 സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് ഈ 4 ജീവികളും. അതിവിടെ റെലവൻ്റ് ആണോ, ഇവിടെ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് അല്ല എൻ്റെ പ്രതിപാദ്യ വിഷയം. കർത്താവായ യേശു ക്രിസ്തു രാജാവാണ് സിംഹം. കർത്താവായ യേശു ക്രിസ്തു കാളയെപ്പോലെ ദാസനായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു തികഞ്ഞ മനുഷ്യനാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവവുമാണ്. ഈ 4 വ്യക്തിത്വങ്ങളും പ്രകടമാക്കുന്നതാണ് 4 സുവിശേഷങ്ങൾ. മത്തായിയുടെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായിട്ടും, മർക്കോസിൻ്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ദാസനായിട്ടും, ലൂക്കോസിൻ്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ടും, ഇനി യോഹന്നാൻ്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്ത സ്വഭാവങ്ങൾ, പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളുടെ പ്രത്യേകതകൾ, പ്രപഞ്ചത്തിൻ്റെ 4 കോണുകൾ, ഇതെല്ലാം പ്രകടമാക്കുന്നതിനെല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് ഈ 4 തലകളുള്ള വ്യത്യസ്തമായ 4 തലകളോടുകൂടിയ 4 ജീവികൾ. ഇനിയും
4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികളൊക്കെയും മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും. എന്താണ് ജീവികളുടെ ഉദ്യോഗം? ഇവിടെ ഇവർ ദൈവസിംഹാസനത്തിൻ്റെ വാഹകരും കാവൽക്കാരും ആജ്ഞാവർത്തികളും, ആജ്ഞ ലഭിക്കുകയും ആജ്ഞ കൊടുക്കുകയും ദൈവത്തിൽ നേറ്റെടുക്കുകയും ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ 4 പേര്. ഇവർ 4 പേര് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സ്തുതിയോട് ചേരുന്ന സ്വർഗീയ സൈന്യത്തെ പറ്റിയാണ് നാം കാണാൻ പോകുന്നത്. അവരെപ്പറ്റി നാം കാണുന്നതിന് മുൻപ് അല്പം സമയം നമുക്ക് ഇതിനോടകം എന്ത് സംഭവിച്ചിരിക്കാം എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ്. മുമ്പേ നാം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ വിശ്രമ സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരാരും സ്വർഗത്തിലെത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ പ്രതിനിധികൾ 12 അപ്പോസ്തലന്മാർ എത്തിയിട്ടില്ല ഇപ്പോൾ എന്നുള്ളത് നമുക്കറിയാം. അതായത് യോഹന്നാൻ ഈ സംഗതി ഈ ദർശനം കാണുമ്പോൾ അവരവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഈ കുറിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനോടകം ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. 3-ാം അധ്യായം കഴിഞ്ഞപ്പോൾ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞു. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ട ശേഷം നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം ചെല്ലുമ്പോൾ 1-ാമത് സംഭവിക്കുന്നത് ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മെ ന്യായം വിധിക്കുകയാണ്. കുരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, അത് നിലനിൽക്കുന്നുവെങ്കിലോ അവന് പ്രതിഫലം കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ പളുങ്ക് പോലുള്ള കണ്ണാടി കടലിൽ കൂടെ ദൈവം നമ്മെ ഓരോരുത്തരെ നമ്മുടെ പ്രവൃത്തികളുമായി കടത്തിവിടുമ്പോൾ നമ്മുടെ പ്രവൃത്തി തീയിൽ കൂടെ എന്നതുപോലെ കണ്ണാടി കടലിൽ ശോധന ചെയ്യപ്പെട്ട് നല്ല പ്രവൃത്തികൾ നിലനിൽക്കുകയും നല്ലതല്ലാത്ത പ്രവൃത്തികൾ അവിടെ വെന്ത് പോകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ന്യായവിധി എന്ന് പറയുന്ന ശരിയായ വാക്ക്, ദൈവം നമ്മുടെ പ്രവർത്തിക്കൊത്തവണ്ണം നമ്മെ ന്യായം വിധിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് നൽകി കഴിഞ്ഞ ശേഷം സിംഹാസനങ്ങളിൽ ഇരുത്തുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അങ്ങനെ ഒരു രംഗം ഇതിനോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം സഭ സ്വർഗത്തിൽ ചെന്നു, നാം എല്ലാവരും ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ചു. അതായത് തീയിൽ കൂടി എന്നതുപോലെ പളുങ്ക് കടലിൽ കൂടെ നാം കടന്നുപോയി. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമുക്കെല്ലാവർക്കും പ്രതിഫലം കിട്ടി. വ്യത്യസ്തമായ കിരീടങ്ങൾ നമുക്ക് ലഭിച്ചു. അതിനുശേഷം കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്ന വലിയ മഹോത്സവം നടന്നിട്ടുണ്ട്. കാരണം പ്രതിഫല വിഭജനത്തിന് ശേഷം കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കും. കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത് സഭയുടെ കാന്തൻ സ്വർഗീയ മണിയറയിൽ സ്വീകരിക്കുന്ന സ്വർഗം ഹാലേലിയ ശബ്ദം കൊണ്ട് മുഖരിതമായി തീരുന്ന അതിപ്രധാനമായ സംഭവമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. ഈ കുഞ്ഞാടിൻ്റെ കല്യാണവും കഴിഞ്ഞതിന് ശേഷം വിശുദ്ധന്മാർ അവരുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതാണ് 4-ാം അധ്യായത്തിൽ നാം കണ്ടത്. സ്വർഗത്തിലെ ആരാധന നോക്കിയേ. ഈ 24 മൂപ്പന്മാരും 4 ജീവികളും അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നാം കണ്ടുകൊണ്ടിരുന്നത് 10-ാം വാക്യത്തിൽ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്നേക്കും ജീവിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തെ നമസ്കരിച്ചിട്ട് പറയുന്ന, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെടുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ
നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച പുത്രൻ്റെ ചോര കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും ക്രിസ്തുവിൽ നമ്മെ കൂട്ടവകാശിയാക്കി തീർത്ത പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവനെ ആരാധിക്കുന്നതിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. സ്വർഗത്തിലെ ആരാധനയാണ് വെളിപ്പാട് പുസ്തകം 4 അവസാനമാകുമ്പോഴേക്ക് നാം കാണുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.